അപ്പോൾ നമ്മൾ ഡേ 6 തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഗെയറാഞ്ചൽ ട്രോൾസ്റ്റിഗൻ റൂട്ടാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ താമസിക്കുന്ന ഷോ ഹോൾട്ട് എന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഓൺഡോൾസ്നെസ് എന്ന സ്ഥലത്ത് പോവുക, അവിടുന്ന് ട്രോൾസ്റ്റിഗൻ റൂട്ട് ഡ്രൈവ് ചെയ്യുക. അതിനുശേഷം ലിങ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുക, അവിടുന്ന് തിരിച്ച് ഷോ ഹോൾട്ടിലേക്ക് വരിക. രണ്ടാമത്തെ ഓപ്ഷൻ ഒബ്വിയസ്ലി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് എടുത്തത്, കാരണം നമുക്ക് ചാർജ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് ഓൺഡോൾസ്നെസ്സിലാണ്. എത്ര കിലോമീറ്റർ ഉണ്ടാണോ ഈ പാല്? സാധാരണ ടണലുള്ള പണിയാണ്, എന്താ പാലം പണിതാവോ? ഇതെന്താ സംഭവം? കണ്ടിട്ട് നമ്മുടെ മറ്റേ ഷോളിലെ ബൈക്ക് പോലില്ലേ? നല്ല ഭംഗിയുള്ള സ്പോട്ടാണ് കേട്ടോ, പക്ഷെ നിർത്താൻ സ്ഥലമൊന്നുമില്ല വണ്ടി. ഇതിനെ ഒരു സീനിക് സ്പോട്ടായിട്ട് കൂട്ടിയിട്ടില്ല. ഇത്ര ഭംഗിയുള്ള സ്ഥലമായിട്ടാ? അഹങ്കാരല്ലേ? അത്യാവശ്യം വലിയ സ്ഥലമാണ്. ഷോപ്പിംഗ് സെൻറ്ററും സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇവിടെ. ഞാൻ നോക്കുമ്പോൾ ട്രോൾസ്റ്റിഗനും നല്ല തിരക്കാണ് കാണിക്കുന്നത്. ഇപ്പോൾ ചാർജറിൻ്റെ ലൊക്കേഷൻ ഇതുപോലെ സൂപ്പർ സ്ഥലത്തായിരിക്കുന്നത് പ്രത്യേകം പറയണ്ടല്ലോ. അങ്ങനെ ചാർജിങ് കഴിഞ്ഞു, ഇനി ട്രോൾസ്റ്റിഗനിലേക്ക്. മുകളിലേക്ക് ഒരു കോൺട്രോൾ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലല്ലേ? ഞാൻ കുറെ നേരം പുറത്തിറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ നോക്കി. വെയിലും കൊണ്ട് കഴിഞ്ഞല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഞാൻ വണ്ടിയുടെ ഉള്ളിൽ കയറിയത്. ഭയങ്കര തിരക്കാന്നാണ് മാപ്പ് പറയുന്നത്. ഇനിയിപ്പോൾ വരണോടത്ത് വെച്ച് കാണാം. നേരത്തെ കണ്ട പോലത്തെ വണ്ടി ഈ റൂട്ടിൽ സ്ഥിരമാണോ? യെസ്, ഗെയറാഞ്ചൽ ട്രോൾസ്റ്റിഗൻ. ഇതിൻ്റെ സൈഡ്സിലൊക്കെ നിറച്ച് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. പുഴ എവിടെ കണ്ടാലും അവിടെ വണ്ടി നിർത്തി ഒരു ക്യാമ്പ് ചെയ്യാന്നുള്ളത് ഇവരുടെ ഒരു ഹോബി ആയതുകൊണ്ടായിരിക്കും. ആക്ച്വലി ചാർജ് ചെയ്തില്ലെങ്കിലും നമുക്ക് പോകാനുള്ള റേഞ്ചൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. 160 കിലോമീറ്റർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ റൂട്ട് ഓടിച്ച് കഴിഞ്ഞ് വാൾത്താൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചാർജ് ചെയ്താലും മതിയായിരുന്നു. പിന്നെ നമ്മൾ ഈ റൂട്ട് ട്രോൾസ്റ്റിഗൻ ഓടിക്കുമ്പോൾ ഫുൾ അപ്പിലാണ്, ഹെയർ പിന്നൊക്കെ കാരണം. അപ്പോൾ പറഞ്ഞ റേഞ്ചൊന്നും കിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ വാൾത്താൽ എത്തിക്കഴിഞ്ഞാൽ ചാർജിങ് ഓപ്ഷൻസ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ചാർജ് ചെയ്തു. പക്ഷെ ആ സമയത്ത് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ നടത്തി ആ സമയം അങ്ങോട്ട് ഉപയോഗിച്ചു. പിന്നെ ഞാൻ 2 ദിവസം മുന്നേ റീൽ കണ്ടിരുന്നു. ഒരു ടൂറിസ്റ്റ് ബസ് എയർ പിൻ ബെൻഡിൽ കുടുങ്ങിയിട്ട് 4 മണിക്കൂർ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റേഞ്ചും കൂടെ കുറയുന്നതിന് ഒരു ചങ്കിടിപ്പ് കുറച്ച് കൂടുതലായി. അതുകൊണ്ട് ചാർജ് ചെയ്തത് നന്നായി. ബൈക്കിൽ ട്രോള്, 3 തലയുള്ള ട്രോള്, ഐസ്ക്രീം പിടിച്ചിരിക്കുന്ന ട്രോള്, ഒരു ട്രോളിന്റെ കൂമ്പാരാണ് ഇവിടെ. ഇത് ട്രോൾസ്റ്റിഗൻ ക്യാമ്പിംഗ് ആണ്. നമ്മൾ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോയി. പക്ഷെ ഈ ട്രോൾസിന്റെ സ്റ്റാച്യു കണ്ടപ്പോൾ നമ്മൾ തിരിച്ചു വന്നതാണ്. ബൈക്ക് ഓടിക്കുന്ന ട്രോള്, 3 തലയുള്ള ട്രോള്, ഐസ്ക്രീം പിടിച്ചിരിക്കുന്ന ട്രോള്, അങ്ങനെ നല്ല രസം തോന്നിയാണ് നമ്മൾ തിരിച്ചു വന്നത്. കുറേ മാഗ്നറ്റ്സ് ഉണ്ട്, പിന്നെ സാധനങ്ങളുണ്ട്. എന്തായാലും നിർത്തിയ സ്ഥിതിക്ക് ഒരു മെമ്മറി മാഗ്നറ്റ് മേടിക്കാൻ വെച്ചു. ഇനി അങ്ങോട്ട് നമ്മുടെ ഹെയർ പിൻ ബെൻസ് തുടങ്ങി. 11 എണ്ണം ഉണ്ട് ഈ റോഡിലെ ഹെയർ പിൻ ബെൻസ്. സൈഡിലൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാനുണ്ട്. 1 ഒരു പാർക്കിംഗ് സ്പോട്ട് കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തി. നല്ല സൂപ്പർ വെള്ളച്ചാട്ടം. അങ്ങ് മുകളിലെത്തുമ്പോൾ ആ വാട്ടർഫാൾ നമ്മൾ ക്രോസ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് നനയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് വണ്ടി നിന്ന് കഴിയും. മൂന്നാമത്തെ ടൂറിസ്റ്റ് ബസ്സാണ് ഈ കയറി പോണത്. നമ്മൾ നിർത്തിയ പിന്നെ ഇവിടെ ഉണ്ട്. ഇപ്പം കണ്ടോ പേര് കർവിന് എന്താ ഇല്ല. അത് ഈ വാട്ടർഫോളിൻ്റെ അവിടെ വെള്ളം എടുക്കാം, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അടച്ചു വെച്ച് ഒരു നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് തിരക്ക് കൂടി. ചതിയായിപ്പോയി.
അങ്ങോട്ട് നല്ല തിരക്കാണ്, നമ്മളിവിടെ പെട്ട് കിടക്കാണ്. മുന്നിലേക്ക് ആയിട്ടായിരുന്നെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കുകയും ചെയ്യാം. ആ സൈഡിലൊരു കാർ കിടക്കണുണ്ടോ? ട്രാഫിക് ക്ലിയർ ചെയ്യാനുള്ള കാറാണോ സംശയമുണ്ട്. താഴെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ആൾക്കാർ വെറുതെ സേഫ് 24 ട്രാഫിക്. വെറുതെ നിർത്തണവരെ ഒന്ന് മാറ്റാൻ എന്തെങ്കിലും കഴിയും. നമ്മൾ താഴത്ത് നിർത്തിയതിന് ശേഷം പിന്നെ നിർത്താൻ പറ്റുന്ന പോയിന്റ് ഒന്നും കണ്ടില്ല. ഇല്ല, കാരണം ആ ബ്രിഡ്ജിന്റെ അവിടെ ഉണ്ടായിരുന്നു. അത് അവര് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ബസ് എവിടെയെങ്കിലും നിർത്തി നമുക്ക് മുമ്പിൽ കയറി പോകാൻ പറ്റണില്ല. നടന്നു പോണുണ്ടോ ഒരു പട്ടിക്കുട്ടി? നമ്മളൊക്കെ നേരത്തെത്തും. ശരിയാ. പക്ഷെ ഇവിടം വരെ എങ്ങനെ നടന്നു വന്നവര്? ഇവിടെ കുറെ ട്രെയില്, ഹൈക്കിംഗ് ട്രെയിൽസ് ഒക്കെ ഉണ്ട്. അത് ആയിരിക്കും. ഇനിയൊരു ഹെയർ പിൻ കഴിഞ്ഞാൽ നമ്മൾ ഹെയർ പിൻ പരിപാടി കഴിഞ്ഞു തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം ട്രോൾസ്റ്റിഗൻ വ്യൂവിംഗ് പോയിന്റിലെത്തി. നമ്മൾ വിചാരിച്ച പോലെ വലിയ ഡിലേ ഒന്നും ഉണ്ടായില്ല. ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമ്മൾ മുകളിലേക്ക് എത്തി. ഇവിടെ അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പാർക്കിംഗ് ഫ്രീ ആണ്, ടൈം ലിമിറ്റ് ഒന്നുമില്ല. പക്ഷേ ഓവർനൈറ്റ് പാർക്കിംഗ് അലൗഡ് അല്ല. ഈ ബ്രിഡ്ജ് വഴിയാണ് വ്യൂവിംഗ് പോയിന്റിലേക്ക് പോണത്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇതിൻ്റെ ചുറ്റുമായിട്ട് 3 മൗണ്ടൻ പീക്സ് ഉണ്ട്. അതിൻ്റെ ബിഷപ്പ്, ക്വീൻ, കിങ് എന്നാണ് ഈ മൗണ്ടൻ പീക്സിന് അവർ പേരിട്ടിരിക്കുന്നത്. നോർവീജിയൻ ഭാഷയിൽ എനിക്കത് പറയാനറിയില്ല. ഏറ്റവും അടുത്ത് കാണുന്നത് ഒരു കഫേയാണ്. പാലത്തിൻ്റെ അപ്പുറത്ത് ഈ കഫേയുടെ പുറകിലായിട്ട് സോവിനിയർ ഷോപ്സും പിന്നെ ടോയ്ലറ്റ്സും ഉണ്ട്. യൂഷ്വൽ ടൂറിസ്റ്റ് സാധനങ്ങൾ തന്നെ. കുഞ്ഞു കുഞ്ഞു സ്റ്റാച്യൂസ്, മെമ്മറബിലിയാസ്, കപ്സ്, ടീഷർട്ട്സ്, ഹൂഡീസ്, പിന്നെ ട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, നല്ല ക്യൂട്ട് സാധനങ്ങളുണ്ട്. ഇതാണ് കഫേ. എല്ലാം കഴിച്ചുകൊണ്ട് നല്ല കാഴ്ച കണ്ടിരിക്കാം. ഇവിടെ അങ്ങനെ ഒരു സ്പേസിൽ എല്ലാവരും ഒന്ന് വെള്ളത്തിലിറങ്ങി കാലൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് പേര് ഇതിൻ്റെ സൈഡിലുള്ള ബണ്ടിൽ കൂടെ നടക്കുന്നുണ്ട്. വെറുതെ വെള്ളത്തിൽ കാല് നീട്ടിയിരുന്ന് മലയുടെ മുകളിലേക്ക് നോക്കിയിരിക്കാൻ ഒരു രസമല്ലേ? അടുത്ത വ്യൂ പോയിന്റിലേക്ക് ഈ വഴി കയറിപ്പോയാൽ കുറച്ച് കയറ്റിറക്കൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ല, എന്നാലും ഒന്ന് കിതയ്ക്കും. അവിടുന്ന് 2 വാക്കിംഗ് ട്രെയിൽസ് പോകുന്നുണ്ട്. ഒരു 5 കിലോമീറ്ററിൻ്റെയും ഒരു 1.1 കിലോമീറ്ററിൻ്റെയും. ഇത് രണ്ടാമത്തെ വ്യൂ പോയിൻ്റാണ്. ഇവിടുന്ന് ലെഫ്റ്റിലായിട്ടാണ് ആദ്യത്തെ വ്യൂ പോയിൻ്റ്. റൈറ്റ് സൈഡിലുള്ളതാണ് മൂന്നാമത്തെ വ്യൂ പോയിന്റ്. അവിടുന്നാണ് ഏറ്റവും അധികം കാണാൻ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത്. അവിടുന്നാണ് എല്ലാ ഹെയർ പിൻ ബെൻസും ക്ലിയർ ആയിട്ട് കാണുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ താഴേന്ന് കണ്ട ആ പാലവും കാണാൻ പറ്റിയെന്നാണ് മനുവും പിള്ളേരും പറഞ്ഞത്. ഞാൻ എത്തിച്ച് നോക്കാറില്ല, എനിക്ക് ഹൈറ്റ്സ് ഇഷ്ടമല്ല, പേടിയല്ല, ഇഷ്ടമല്ല, അതാണ്. നമ്മൾ ട്രോൾസ്റ്റിഗിൽ നിന്ന് വിട്ടിട്ട് 1 കിലോമീറ്റർ പോലും ആയിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ഇതാ അടുത്തൊരു അടിപൊളി സ്പോട്ട്.
ഇത് ഈ റൂട്ടിലെ അടുത്ത സീനിക് സ്പോട്ടാണ്. ഇതിൻ്റെ പേര് ഗുഡ്ബ്രാൻഡ്സ് UA. ഈ മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒഴുകി വരുന്ന പുഴ, ആ വ്യൂ കണ്ടപ്പോൾ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. അവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഒരു അടിപൊളി വ്യൂ. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മൾ ഈ ഗുഡ്ബ്രാൻഡ്സ് UA നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണുന്ന ആ വ്യൂയിങ് പ്ലാറ്റ്ഫോമിൻ്റെ ഫോട്ടോയിലൊക്കെ കാണുന്ന ആ പ്ലാറ്റ്ഫോമാണ് അപ്പുറത്ത്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഇത് വേറൊരു ആംഗിളിൽ നിന്ന് കൂടി കാണാൻ പറ്റി. അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് കഫേയും ടോയ്ലറ്റ്സും ഒക്കെ ഉള്ളത്. നമ്മൾ ചെന്നപ്പോൾ 5 മണി കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് കഫേ അടച്ചു. പക്ഷേ ടോയ്ലറ്റ്സ് കഫേക്ക് പുറത്താണ്, അത് ലോക്ക്ഡ് ആയിരുന്നില്ല, ആക്സസിബിൾ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വാൾദാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ട്രോൾസ്റ്റിഗൻ സീനിക് റൂട്ടിൽ നമ്മുടെ ഡ്രൈവിൻ്റെ ഓൾമോസ്റ്റ് എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വാൾദാൽ വന്നിട്ട് റൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് ലിങ്യെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇതിലെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഈ സീനറി കണ്ടിട്ട് നിർത്തി വീണ്ടും ഇറങ്ങി ഫോട്ടോ എടുക്കാൻ. ഇപ്പം നമ്മൾ സ്റ്റോർഡാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു സ്റ്റോർ കണ്ടപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ ചുറ്റും നോക്കിയപ്പോൾ നല്ല ഭംഗി, അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറക്കം അവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ഗെയ്റാഞ്ചർ ട്രോൾസ്റ്റിഗൻ റൂട്ട് 2 ദിവസമായിട്ടാണ് ഇപ്പോൾ കവർ ചെയ്തത്. ഇന്നലെ ഗെയ്റാഞ്ചറിൽ നിന്ന് ലിന്യെ വരെ വന്ന് പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇന്ന് രാവിലെ നമ്മൾ ആ ജേർണി കണ്ടിന്യൂ ചെയ്ത് ട്രോൾസ്റ്റിഗൻ വരെ പോയി കണ്ട് തിരിച്ച് ലിന്യെ വഴി ഗെയ്റാഞ്ചർ വരെ പോകണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോവാണ്. വീഡിയോ ഒക്കെ സൈൻ ഓഫ് ചെയ്ത് നമ്മൾ ക്യാമ്പിംഗ് സ്പോട്ടിലേക്ക് എത്തിയതാണ്. അപ്പോൾ ചുറ്റൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. നടക്കാൻ വന്നപ്പോൾ വീണ്ടും പ്രകൃതി രമണീയത. ഈ കാണുന്നത് സ്റ്റോർ ഫ്യോർഡൻ എന്ന് പറഞ്ഞ ഫ്യോർഡാണ്. നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് വണ്ടി ഓടിച്ച് വന്നത്. അവിടെയൊന്നും പക്ഷേ വണ്ടി നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങി വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോൾ അത് സാധിച്ചു.